Hi all, welcome to Tiju's Academy Live. My name is Varsha, and we are discussing about tenses, past tense, about past tense, the syntax of past tense, and I will explain about the syntax using various examples. Okay. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. എങ്ങനെ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യാമെന്നുള്ളതാണ്. കുറച്ച് എക്സാമ്പിൾസ് യൂസ് ചെയ്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുമാണ്. സോ ലാസ്റ്റ് വെനസ്ഡേ നമ്മൾ കണ്ടത് പ്രസൻറ്റ് ടെൻസിൻ്റെ വേരിയസ് ആസ്പെക്ട്സിൽ എങ്ങനെ പ്രസൻറ്റ് ടെൻസിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്, പ്രസൻറ്റ് ടെൻസ് സ്ട്രക്ചർ, സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടിരുന്നു. ഈ ഒരു സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്നാണ്. ഓരോ ആസ്പെക്റ്റിൻ്റെയും സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതാണ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രണ്ട് വേർബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് വേർബ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ടെൽ, സെക്കൻഡ് ഇസ് ഗോ. സോ വി ഹാവ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഹാവ് വേരിയസ് ഫോംസ് ഓഫ് ദീസ് ടു വേർബ്സ്, വേർബ് ടെൽ ആൻഡ് വേർബ് ഗോ. ഈ രണ്ട് വേർബിൻ്റെയും വേരിയസ് ഫോംസ് നിങ്ങളുടെ മുമ്പിൽ സ്ലൈഡിലുണ്ട്. V1 ഫോം ഇസ് ടെൽ. V1 ഫോം ഓഫ് ടെൽ ഇസ് ടെൽ ഇറ്റ് സെൽഫ് ആൻഡ് ഗോ ഇസ് ഗോ ഇറ്റ് സെൽഫ്. V1 ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു അഡീഷനും ഇല്ലാത്ത, യാതൊരു അഡീഷണൽ ഡീറ്റെയിൽസും ചേർക്കാത്ത ഫോമിനെയാണ് നമ്മൾ V1 ഫോം എന്ന് പറയുന്നത്. ഒരു വേർബിൻ്റെ റോ ഫോമാണ് V1 ഫോം. സോ EDO, SO അങ്ങനെ യാതൊരുവിധ INGO ഒന്നും ചേർക്കാത്ത ഫോമാണ് V1 ഫോം. സോ ദ V1 ഫോം ഓഫ് ടെൽ ഇസ് ടെൽ ഇറ്റ് സെൽഫ് ആൻഡ് ഗോ ഇസ് ഗോ ഇറ്റ് സെൽഫ്. Then V2 form is a past form of the verb, and V2 form of tell is told, and V2 form of go is went. Then here V3 form എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഫോംസ് ആണ്. ഹാവിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫെക്റ്റ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോമാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും ഈ ഫോമിനെ. ഗ്രാമറിൽ പറയുന്നത്, ഗ്രാമാറ്റിക്കലി ഈ ഒരു വേർഡ്, ഈ ഒരു വേർബ് ഫോം അറിയപ്പെടുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. അതിനെ സിമ്പിളായിട്ട് നമുക്ക് V3 ഫോം എന്ന് വിളിക്കാം. V3 ഫോം ഓഫ് ടെൽ ഇസ് ടോൾഡ് ആൻഡ് ഗോ ഇസ് ഗോൺ. ആൻഡ് V4 ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഒരു ടേം അങ്ങനെ പറയാറില്ല. V4 ഫോം എന്ന് പറയാറില്ല. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ടെൽ എന്നുള്ള വേർബ് യൂസ് ചെയ്യുമ്പം എങ്ങനെയാണോ ടെൽ അപ്പിയർ ചെയ്യേണ്ടത് അതാണ് V4, അല്ലെങ്കിൽ എങ്ങനെയാണോ വേർബ് അപ്പിയർ ചെയ്യേണ്ടത് അതാണ് V4. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഒരു വേർബ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനോടുകൂടി എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യും. സോ V4 ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എങ്ങനെ വേർബ് വരുന്നു അതാണ് V4 ഫോം. ടെൽ എന്നുള്ള വേർബിൻ്റെ V4 ഫോമാണ് ടെൽസ്, ആൻഡ് ഗോ എന്നുള്ള വേർബിൻ്റെ V4 ഫോമാണ് ഗോസ്. ദെൻ V5 ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അതിന് ഗ്രാമറിൽ അതിന് പറയുന്ന ടേം, V5 ഫോമിന് പറയുന്ന ടേം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. ING ഫോം നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ഫോംസ് ഉണ്ടാക്കാനും ചെറൻസൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫോമാണിത്. ടെല്ലിങ്, ടെൽ പ്ലസ് ING, ഗോ പ്ലസ് ING, ടെല്ലിങ്, ഗോയിങ്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് ഫോംസ് ഓഫ് ദീസ് ടു വേർബ്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് വേർബ്സിനെയും ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് വേർബ്സിൻ്റെയും വേരിയസ് ഫോംസും എങ്ങനെയാണ് ഓരോ സെൻറ്റൻസിൻ്റെ ആസ്പെക്റ്റിലും നമ്മൾ ഈ രണ്ട് വേർബുകൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെ ഈ വേർബുകൾ ഉപയോഗിക്കാം, സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് ഈ ഓരോ വേർബും ഓരോ ആസ്പെക്റ്റും യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിൾ പാസ്റ്റ്. Simple past, as you can see from the slide, the syntax of simple past is, എല്ലാവർക്കും അറിയുന്നതാണ് സിൻടാക്സ് എന്ന് വെച്ചാൽ വേർഡ് ഓർഡർ. സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസിൻ്റെ വേർഡ് ഓർഡർ എങ്ങനെയായിരിക്കണം, ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യണം. ഫസ്റ്റ് വരേണ്ടത് ഒരു സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ കേസിൽ പാസ്റ്റ് ഫോമാണ് വരുന്നത്. വേർബ് പാസ്റ്റ് ഫോമാണ് വരുന്നത്. പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, ദാറ്റ് ഇസ് V2 ഫോം ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്റ്റ്. ഇതാണ് ഒരു സിമ്പിൾ സെൻറ്റൻസ്. സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തൊരു സിമ്പിൾ സെൻറ്റൻസ് എങ്ങനെയാണ് വരിക. ഓക്കെ, സോ ദ സിൻടാക്സ് ഓഫ് എ സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് വിൽ ബി സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്.
ആൻഡ് ഈ ഒരു സിമ്പിൾ പാസ്റ്റ് ഫോം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് പാസ്റ്റ് ഈവൻറ്റ്സ്. മുൻപ് നടന്ന കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുൻപ് നടന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ ഈ ഒരു ഫോം യൂസ് ചെയ്യും, സിമ്പിൾ പാസ്റ്റ് ഫോം ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ദ ഗ്രാൻഡ് മദർ ടോൾഡ് ദ സ്റ്റോറി. ഇപ്പം ഗ്രാൻഡ് മദർ ഒരു കഥ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പല്ല, കുറച്ച് മുമ്പ് അല്ലെങ്കിൽ കുറേ മുമ്പ് ഒരു കഥ പറഞ്ഞു ഗ്രാൻഡ് മദർ ടോൾഡ് ദ സ്റ്റോറി. സോ ഇത് ഇവിടെ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഈ ഒരു വേർബ് മാറില്ല. ഈ ഒരു വേർബിന് നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കേസിൽ കണ്ടതുപോലെ സബ്ജക്റ്റ് അനുസരിച്ച് വേർബിന് മാറ്റം വരുന്നില്ല. പ്രസൻറ്റ് ടെൻസിൻ്റെ കേസിൽ സബ്ജക്റ്റ് അനുസരിച്ച് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനനുസരിച്ച് വേർബിന് മാറ്റം വരുമായിരുന്നു. അതായത് V1 ഫോമും V4 ഫോമും നമ്മൾ വേർബിൽ യൂസ് ചെയ്യുമായിരുന്നു, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നനുസരിച്ച്. പക്ഷേ പാസ്റ്റ് ഫോമിൽ ഒരിക്കലും സിമ്പിൾ പാസ്റ്റിൽ, പ്രത്യേകിച്ചും സിമ്പിൾ പാസ്റ്റിൽ വേർബിന് മാറ്റം വരുന്നില്ല. സബ്ജക്റ്റിനനുസരിച്ച് വേർബിന് മാറ്റം വരില്ല. അതായത് ദ ഗ്രാൻഡ് മദർ എന്നാണെങ്കിലും ഹി എന്നാണെങ്കിലും ഷീ എന്നാണെങ്കിലും ഇറ്റ് എന്നാണെങ്കിലും ഐ ഓർ വി ഓർ യു ഓർ ദേ, പ്ലൂരൽ ആണെങ്കിലും സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും പാസ്റ്റിലാണ് നമ്മൾ കാര്യം പറയുന്നത് എന്നുണ്ടെങ്കിൽ ഏത് വേർബ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ? V2 ഫോം ഓഫ് ദ വേർബ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതായത് ടെല്ലിൻ്റെ V2 ഫോമാണ് ടോൾഡ്. ദ ഗ്രാൻഡ് മദർ, ഹി ഓർ ഷീ ഓർ ഇറ്റ് ഓർ ഐ ഓർ വി ഓർ യു ഓർ ദേ, സബ്ജക്റ്റ് എന്താണെങ്കിലും സിമ്പിൾ പാസ്റ്റിലാണ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു യൂസ് ദ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ V2 ഫോം ഓഫ് ദ വേർബ്, ദാറ്റ് ഇസ് ടോൾഡ്. The grandmother told the story, or he told the story, she told the story, it told the story, we told the story, or you told the story, or they told the story. എപ്പോഴും പാസ്റ്റ് V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഏത് കേസിലും സബ്ജക്റ്റ് എങ്ങനെയായിരുന്നാലും സെയിം ആയിരിക്കും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഗോ എന്നുള്ള വേർബിനെ വെച്ചിട്ടുള്ള ഗോ എന്നുള്ള വേർബിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നോക്കാം. ദ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഹി ഷീ ഇറ്റ് ഐ വി ഓർ യു ഓർ ദേ, ഏത് സബ്ജക്റ്റ് വന്നാലും ഗോയുടെ V2 ഫോം ഏതാ? പാസ്റ്റ് ഫോം ഏതാ? വെൻഡ് എന്നാണ്. പാസ്റ്റ് ഫോം V2 ഫോം ഈസ് വെൻഡ്. സോ ദ granddaughter went to grandmother's house. The granddaughter went to her grandmother's house. He went to his grandmother's house. She went to her grandmother's house. It went to its grandmother's house. We went to our grandmother's house. Or you went to your grandmother's house. They went to their grandmother's house. So, ഇവിടെയും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് വെൻഡ് തന്നെ ആയിരിക്കും. അതായത് V2 ഫോം ഓഫ് വേർബ് ആയിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, ദാറ്റ് ഇസ് V2 ഫോം ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്റ്റ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ സിൻടാക്സ് ഇസ് യൂസ് ടു എക്സ്പ്രസ് പാസ്റ്റ് ഈവൻറ്റ്സ്. ഈ ഒരു സിൻടാക്സ് എന്തിനു വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ? കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഇസ്, ആസ് യു നോ, ദി നെക്സ്റ്റ് ആസ്പെക്റ്റ് ഇസ് ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് an action continuing at a particular past time. മുൻപ് ഒരു സ്പെസിഫിക് ടൈമിൽ നടന്ന ഒരു ആക്ഷനെ, കണ്ടിന്യൂ ചെയ്തൊരു ആക്ഷൻ, ഒരു സ്പെസിഫിക് ടൈമിൽ ഈ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ കണ്ടു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറയാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒരു പെർട്ടിക്കുലർ പാസ്റ്റ് പോയിന്റിൽ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്ന, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു ആക്ഷനെ സജസ്റ്റ് ചെയ്യാനായിട്ടാണ്, എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതായത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഒരു ടൈം പീരീഡിൽ ഇത് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഈ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ്
സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കും. സിൻടാക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ വേർഡ് ഓർഡർ എങ്ങനെയാണ് ഈ സെൻറ്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കേണ്ടത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോ ദി സിൻടാക്സ് ഇസ് സബ്ജക്റ്റ്. ഫസ്റ്റ് എല്ലാ സെൻറ്റൻസിലും വരേണ്ടത് എന്ത് തന്നെയാണ്? സബ്ജക്റ്റ് ആണ്. ഒരു ഫ്രേസ് വരാം, നൗൺ ഫ്രേസ് സബ്ജക്റ്റ് ആയിട്ട് വരാം, ഒരു സിമ്പിൾ വേർഡ് സബ്ജക്റ്റ് ആയിട്ട് വരാം. സോ ഫസ്റ്റ് വരേണ്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ്. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ കേസിൽ ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് ഏതൊക്കെയാണ് വരിക? വാസും വേറുമാണ് വരുന്നത്. നമ്മൾ കണ്ടിരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കേസിൽ ഈസും ആറും ആണ് ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് വരുന്നത്. ആം, ഈസ്, ആറാണ് ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വാസ് ആൻഡ് വേർ ആണ് ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ കംസ് ദി മെയിൻ വേർബ് പ്ലസ് ഐ എൻ ജി. അതായത് മെയിൻ വേർബ് പ്ലസ് ഐ എൻ ജി എന്നുള്ളതാണ് V5 ഫോം. ഓക്കെ, V5 ഫോം ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്റ്റ്. ഇതാണ് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. സോ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് ദ സിൻടാക്സ്. സിൻടാക്സ് ഓഫ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ്. ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് വേർബ്. നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ്സ് ഏതൊക്കെയാണ്? വാസ് ഓർ വേർ അക്കോർഡിംഗ് ടു ദി സബ്ജക്റ്റ്. വാസ് ഓർ വേർ അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് സബ്ജക്റ്റ്. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ് ആണ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് വേർ ആണ്. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ് ഇസ് യൂസ്ഡ് അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് ദി സബ്ജക്റ്റ്. ഓക്കെ, ദെൻ we'll add മെയിൻ വേർബ് ടു ഹെൽപ്പിംഗ് വേർബ്. ഹെൽപ്പിംഗ് വേർബിൻ്റെ കൂടെ മെയിൻ വേർബോട് ആഡ് ചെയ്യും. മെയിൻ വേർബ് റോ ഫോമിലല്ല വരുന്നത്, പിന്നെ V5 ഫോമിലാണ് വരുന്നത്. ING ചേർത്തുകൊണ്ടാണ് മെയിൻ വേർബ് നമ്മൾ എഴുതേണ്ടത് പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് യൂസ് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ കണ്ടിന്യൂയിങ് അറ്റ് എ പെർട്ടിക്കുലർ പാസ്റ്റ് ടൈം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു മുമ്പ് നടന്ന ഒരു ആക്ഷനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് വിൽ മൂവ് ടു ദ എക്സാമ്പിൾസ് ദാറ്റ് ഇസ് ഗിവൺ ഇൻ ദി slide. There are 4 examples. First example is the grandmother. Tell എന്നുള്ള verb വെച്ചിട്ട് ഉള്ള first example. The grandmother or I or he or she or it was telling the story. ഈ ഫസ്റ്റ് എക്സാമ്പിളും സെക്കൻഡ് എക്സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഗ്രാൻഡ് ഐ, ഹി, ഷീ, ഇറ്റ് ഒക്കെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ യു ഹാവ് ടു യൂസ് ഹെൽപ്പിംഗ് വേർബ് വാസ്. വാസ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഉപയോഗിക്കേണ്ടത് വാസ് എന്ന ഹെൽപ്പിംഗ് വേർബാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് എന്ന ഹെൽപ്പിംഗ് വേർബ് വേണം യൂസ് ചെയ്യാൻ. റെസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ദേ ഓർ വി ഓർ യു were telling the story. They or we or you were telling the story. They, we, you ഇതെല്ലാം പ്ലൂരൽ സബ്ജക്ട്സ് ആണ്. സോ were എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് വേണം ഈ ഒരു കേസിൽ ഉപയോഗിക്കാനായിട്ട്. They, we, you പ്ലൂരൽ സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് were വേണം ഉപയോഗിക്കാനായിട്ട് ഈ ഒരു കേസിൽ. ഇവിടെ നമ്മൾ മറ്റ് കേസസിലെല്ലാം ഐ എപ്പോഴും ഐ, വി, യു, ദേ എല്ലാം ഒരുമിച്ച് പ്ലൂരൽ ആയിട്ടുള്ള ഒരു പ്ലൂരലായ ഒരു സബ്ജക്റ്റായിട്ടാണ് നമ്മളെപ്പോഴും ഐനെ കാണാറ് സാധാരണ. പക്ഷേ ഈ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ കേസിൽ മാത്രം ഐയുടെ കൂടെ വാസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വാസ് വരുമ്പം അത് ഐയുടെ കൂടെ വാസേ വരുള്ളൂ. മറ്റെല്ലാ കേസിലും നമ്മൾ മറ്റ് ആസ്പെക്ട്സ് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ടെൻസ് പറയുമ്പോൾ നമ്മൾ ഐനെ എപ്പോഴും ഒരു പ്ലൂരൽ സബ്ജക്റ്റായിട്ടാണ് പ്ലേസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ നമ്മൾ ഐനെ ഒരു സിംഗുലർ സബ്ജക്റ്റായിട്ട് പ്ലേസ് ചെയ്തേ പറ്റുള്ളൂ. ഐയുടെ കൂടെ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസ് പറയുമ്പോൾ. പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് സിറ്റുവേഷൻ എന്നെപ്പറ്റി എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ ഐയുടെ കൂടെ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ദ ഗ്രാൻഡ് മദർ വാസ് ടെല്ലിങ് ദ സ്റ്റോറി ഓർ ഐ വാസ് ടെല്ലിങ് ദ സ്റ്റോറി, ഹീ വാസ് ടെല്ലിങ് ദ സ്റ്റോറി ഓർ ഷീ വാസ് ടെല്ലിങ് ദി സ്റ്റോറി. ഇനി ദേ, വി, യു ഇതൊക്കെയാണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ അതിന് കൂടെ വരുന്ന ഹെൽപ്പിംഗ് വേർബ് വേർ ആയിരിക്കും. വേർ പ്ലസ് V5 ഫോം ഓഫ് ദി വേർബ്.
they or you or we were telling the story. ആൻഡ് ഇനി ഗോ എന്നുള്ള വേർബിൻ്റെ V5 ഫോം ഉപയോഗിച്ചുള്ള എക്സാമ്പിളുകളൂടെ ഒന്ന് നോക്കാം. ദ ഡോട്ടർ, ഗ്രാൻഡ് ഡോട്ടർ, or I or he or she or it was going to her grandmother's house. സോ എല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പേരായിക്കോട്ടെ, സിംഗുലർ ആണെങ്കിൽ, ഒറ്റയ്ക്കുള്ള ഒരാളാണെങ്കിൽ, ഒറ്റയ്ക്കുള്ള ആളല്ല, ഒരു സിംഗുലർ എൻറ്റിറ്റി ആണെങ്കിൽ, ഐ, ഹി, ഷീ, ഇറ്റ് അതിനെ സജസ്റ്റ് ചെയ്യുന്ന പേരുകളാണെങ്കിൽ വാസ് ആണ് ഉപയോഗിക്കേണ്ടത്, വാസ്. ആൻഡ് V5 form of verb is the V5 form of the verb go is going to her grandmother's house. ഇനി we, you, they, we, you, theyയുടെ കൂടെ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ were എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ we, you, they were going to grandmother's house. ഓക്കെ, സോ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരു മുൻപ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ദേ വർ കൺസ്ട്രക്റ്റിംഗ് ദ ബിൽഡിംഗ് ദെൻ. ഓക്കെ, സോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് മുൻപ് ഒരു സമയത്ത് നടന്ന കാര്യത്തെ പറ്റി പറയാനാണ്. Now we have past perfect tense. എവിടെയാണ് past perfect tense യൂസ് ചെയ്യുന്നത്? To express something that happens before a particular past time. ഒരു കാര്യത്തിന് മുൻപ് നടന്ന മറ്റൊരു കാര്യത്തെ പറയാം. ഒരു കാര്യത്തിന് മുൻപ് നടന്ന മറ്റൊരു കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിന് മുൻപ് നടന്ന മറ്റൊരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ്. സോ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് യൂഷ്വലി സബ്ജക്റ്റ് തന്നെയാണ് വരിക. ദെൻ ഹാഡ് എന്നുള്ള വേർബാണ്, ഹെൽപ്പിംഗ് വേർബാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, സിൻടാക്സ് is subject plus had plus past participle plus object, that is V3 form plus object. And this particular sentence structure is used to express that the things that happen before a particular time, a particular past time. For example, the grandmother had told the story. Had told the story. Told is the V3 form of tell. Tell എന്നുള്ള വേർബിൻ്റെ V3 ഫോമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് told. ഇനി ഗ്രാൻഡ് മദർ ആയാലും ഏത് സിംഗുലർ എൻറ്റിറ്റി ആയാലും, അതായത് ഹിയോ ഷിയോ ഇറ്റ് ആയാലും, ഇനി പ്ലൂരൽ എൻറ്റിറ്റി ആയാലും, ഐ, വി, യു, ദേ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ സെയിം ആണ്, ഹാഡ് തന്നെയാണ്. ഹാഡ്, അവിടെ മാറ്റമൊന്നുമില്ല. ഹാഡ് ടോൾഡ് ദ സ്റ്റോറി. ദ ഗ്രാൻഡ് ഡോട്ടർ ഓർ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് പ്ലൂറൽ എൻറ്റിറ്റി, സിംഗുലർ എൻറ്റിറ്റി ആയാലും, ഐ, വി, യു, ദേ തുടങ്ങിയ പ്ലൂറൽ എൻറ്റിറ്റീസ് ആയാലും ഇവിടെയും നമ്മൾ ഹാഡ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഗോൺ ഈസ് ദി V3 form of or past participle form of go. To and then the object to her grandmother's house. The granddaughter or he or she or it. Then I, we, you, they. I or we or you or they had gone to her grandmother's house. So ഈ ഒരു ഇൻസ്റ്റൻസിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചറിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഹാഡ്. വേർബ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇപ്പോൾ ടെല്ലിൻ്റെ ആണെങ്കിൽ ഹാഡ് ടോൾഡ്. ഇപ്പം ഗോയുടെ ഫോം ആണെങ്കിൽ ഹാഡ് ഗോൺ. അങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യേണ്ടത്. ആൻഡ് വി ഹാവ് ലാസ്റ്റ് ആസ്പെക്റ്റ്, പാസ്റ്റ്
പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സിൻടാക്സ് അല്ലെങ്കിൽ വേർഡ് ഓർഡർ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ഒരു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? സബ്ജക്റ്റ്ലെസ്, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് മെയിൻ വെർബ് പ്ലസ് ing. Main verb plus ing is not the V3 form, it's V5 form. I'm sorry, mistake പറ്റിയതാണ്. V3 ഫോം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സ്ലൈഡിൽ, ബട്ട് ഇറ്റ്സ് V5 ഫോം. മെയിൻ വെർബ് പ്ലസ് ing എന്ന് പറയുന്നത് V5 ഫോമാണ്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ ദ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് had plus been plus main verb plus ing, that is V5 form plus subject. And this is used to express something that continues up to a particular past time. ഒരു പാസ്റ്റ് ടൈമിൽ നടന്ന ആ സമയം വരെ എന്ന് വെച്ചാൽ പാസ്റ്റിലെ ഒരു സമയത്ത് മുൻപ് ഒരു സമയത്ത് ആ സമയം വരെ നടന്ന ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ, ആ സമയം വരെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ, മുൻപ് ഒരു സമയത്ത് ആ സമയം വരെ നടന്നു കൊണ്ടിരുന്ന ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഗ്രാൻഡ് മദർ ഹാഡ് ബീൻ ടെല്ലിംഗ് ദ സ്റ്റോറി. ദ ഗ്രാൻഡ് മദർ ഹാഡ് ബീൻ ടെല്ലിംഗ് ദ സ്റ്റോറി. ഓർ ദ ഗ്രാൻഡ് ഡോട്ടർ ഹാഡ് ബീൻ ഗോയിങ് ടു ഹർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. സോ ദ ഗ്രാൻഡ് മദർ ഹാഡ് ബീൻ, ഇവിടെ പ്ലൂരൽ സബ്ജക്റ്റ് എന്നോ സിംഗുലർ സബ്ജക്റ്റ് എന്നോ ഉള്ള ഡിഫറൻസ് വരുന്നില്ല. ഇവിടെ പ്ലൂരൽ സബ്ജക്റ്റ് ആയാലും സിംഗുലർ സബ്ജക്റ്റ് ആയാലും ഈ സ്ട്രക്ചർ സെയിം തന്നെയാണ് വരുന്നത്. ഇൻ ദ കേസ് ഓഫ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഓൾസോ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ഈ മൂന്നിൻ്റെ കേസിലും ഏത് ഡിഫറൻസ് വരുന്നില്ല? മെയിൻ വേർബിനും സിംഗുലറോ പ്ലൂരലോ എന്നതിനനുസരിച്ചുള്ള ഡിഫറൻസ് വരുന്നില്ല. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും ഈ ഫോം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഐയുടെ കൂടെ ആയാലും വിയുടെ കൂടെ ആയാലും യു എൻ്റെ കൂടെ ആയാലും ദേ ഓർ ഹീ ഓർ ഷീ ഓർ ഇറ്റ്, ഏത് സബ്ജക്റ്റ് ആയാലും ഹാഡ് ബീൻ പ്ലസ് V5 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഹാഡ് ബീൻ പ്ലസ് V5 form, that is had been plus main verb plus ing. The grandmother had been telling the story. The granddaughter had been going to her grandmother's house. Okay, so this is the syntax of past perfect continuous tense. So ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസ്റ്റ് ടെൻസിൻ്റെ എല്ലാ ആസ്പെക്ട്സും നമ്മളിവിടെ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ക്ലിയർ ഇറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. So we are winding up this session here. Thank you.